ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ വിഭവമായ കുറുക്ക് കാളനാട്ടോ. ചേനയും പച്ചക്കായൊക്കെ ഇട്ടിട്ടുള്ളൊരു കാളനാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി ഒരു ചെറിയ കഷ്ണം ചേനയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു പച്ചക്കായും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ചെറിയ പീസായിട്ട് കട്ട് ചെയ്തത് നമുക്കൊരു ചട്ടിയിലേക്ക് ഇട്ടു. ഞാനൊരു മൺചട്ടിയിലായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കതിന് ആവശ്യമായിട്ടുള്ള വേവിച്ചെടുക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ എരിവിന് പച്ചമുളക് ചേർക്കുന്നില്ല, കുരുമുളകാണ് ചേർക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എരിവിനനുസരിച്ച് നമുക്ക് കുരുമുളക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ഇളക്കിയിട്ടത് വേവിക്കാൻ വേണ്ടി വെക്കാം. പിന്നെ നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടി 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, 1 പച്ചമുളക്, 1/2 ടീസ്പൂൺ നല്ല ജീരകം. അപ്പോൾ ഇത് ആദ്യം തന്നെ നമുക്കിത് മിക്സിയിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് ചതച്ചെടുക്കുക. അപ്പോൾ ആദ്യം ഒന്ന് ചതച്ചെടുത്തതിന് ശേഷമാണ് ഞാൻ വെള്ളം ചേർത്ത് അരച്ചു കൊടുക്കുന്നത് കേട്ടോ. ആദ്യം ഒന്ന് ചതച്ചെടുക്കുക. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. അപ്പോൾ നന്നായി ഒന്ന് അരച്ചെടുക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ നന്നായി അരഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. നമുക്ക് ചേന വെന്തോന്നൊന്ന് നോക്കി വെക്കാം. കായും ചേനയൊക്കെ വെന്തോന്നൊന്ന് നോക്കി വെക്കാം. അപ്പോൾ അതൊന്നും കൂടി ഒന്ന് വേവാനുണ്ട്, കുറച്ച് വെള്ളം കൂടി ഒന്ന് വറ്റാനുണ്ട് കേട്ടോ. നമുക്കിതൊന്നും കൂടി ഒന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ നല്ല വെള്ളമൊക്കെ വറ്റി ഇത് രണ്ടും നന്നായി വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തൈര് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 കപ്പ് തൈരാണ് ചേർക്കുന്നത്. അപ്പോൾ നല്ല പുളിയുള്ള തൈരാണെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് ചേർത്താൽ മതിയാവും. അപ്പോൾ നമുക്കിപ്പോൾ ഗൾഫിലൊക്കെ ആണെങ്കിൽ സോർ യോഗട്ട് എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നമുക്ക് അത് യൂസ് ചെയ്താലും മതിയാവും. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നന്നായി ഒന്ന് തിളപ്പിക്കുക കേട്ടോ. നന്നായി ഒന്ന് തിളച്ചതിന് ശേഷമാണ് നമ്മൾ അരച്ചത് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ചെറുതായി ഒന്ന് തിളച്ച് വന്നാൽ മതിയാവും. നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെറുതായി ഒന്ന് തിളപ്പിക്കുക. നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവിയാണ് ഇതിൻ്റെ. അതിന് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടിയും കുറവുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളതൊന്ന് ചെറുതായി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ചെറിയതായിട്ടൊന്ന് ചൂടായി വരുന്നുണ്ട്. നമുക്കിതൊന്ന് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് കടുക് പൊട്ടിക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. 2 ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ വേപ്പിലയും കൂടി ചേർത്തിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കുറുക്ക് കാളൻ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് അത് ഉണ്ടാക്കാനായിട്ട്, നല്ല ടേസ്റ്റുമാണ്. സദ്യക്കും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു വിഭവമാണിത്. അപ്പോൾ ഉണ്ടാക്കാത്തവർ തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.